മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 9-ാമത്തെ ദശകം 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്തൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. ബ്രഹ്മാവ് താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിൽ കൂടി താഴത്തേക്ക് പോയി ആ താമരയുടെ ആശ്രയം ആധാരം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് താമരത്തണ്ടിൻ്റെ രന്ധ്ര ദ്വാരങ്ങളിൽ കൂടെ താഴത്തേക്ക് പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി താഴത്തേക്ക് പോയിട്ട് എന്തുണ്ടായി, അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചോ എന്നുള്ളതൊക്കെയാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയണത്. തതഹ പിന്നീട്, അതായത് താഴത്തേക്ക് പോയി കുറേ അങ്ങനെ പോയി നോക്കി. അങ്ങനെ ആ തതഹ അനന്തരം സകലനാളികാ വിവരമാർഗഗ മാർഗയൻ. മാർഗയൻ ആരാണ്? മാർഗയൻ വെച്ചാൽ തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് തപ്പി നോക്കുകയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഇതിൻ്റെ ആധാരം ഉണ്ടോ, താമരത്തണ്ടിൻ്റെ അവസാനം എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയാണ് ഈ തണ്ട് അവസാനിക്കുന്നത്, എവിടുന്നാണ് ഇത് മുളച്ചത് എന്നൊക്കെ മാർഗയൻ അന്വേഷിച്ചുകൊണ്ട്, മാർഗണം ചെയ്തുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട്. എങ്ങനെ, എവിടെയാണ് അന്വേഷിച്ചത്? സകല നാളികാ വിവരമാർഗഗ മാർഗയൻ. സകല നാളിക, എല്ലാ ഇതിലുള്ളതായിട്ടുള്ള താമരത്തണ്ടിലുള്ളതായിട്ടുള്ള എല്ലാ നാളികയിൽ മുഴുവനും, സകല നാളിക എന്ന് പറയുമ്പോൾ എല്ലാ നാളികയിൽ, നാളിക തണ്ട്, ആ തണ്ടിൽ മുഴുവനും, തണ്ടിൻ്റെ അറ്റം വരെ ഇങ്ങനെ കുറേ അന്വേഷിച്ചു. താമരത്തണ്ടിൽ അനവധി ദ്വാരങ്ങളുണ്ട്. ആ എല്ലാ ദ്വാരങ്ങളിൽ കൂടിയും കടന്നു നോക്കി തെരഞ്ഞും കൊണ്ടുപോയി ബ്രഹ്മാവ് എന്ന് പറയാണ്. സകല നാളിക വിവരമാർഗഗ, അതിൻ്റെ ഇടയിൽ ആ നാളികയ്ക്ക് ഉള്ളിലുള്ളതായിട്ടുള്ള ദ്വാരം, ആ ദ്വാരങ്ങളിൽ കൂടി ഒക്കെ അതിലുള്ളതായിട്ടുള്ള മാർഗത്തിൽ കൂടി, ആ ദ്വാരങ്ങളിൽ ആകുന്ന മാർഗത്തിൽ കൂടി, മാർഗഗ ഗമിക്കുന്നവനായിട്ട്, ആ ദ്വാരങ്ങൾ മാർഗത്തിൽ കൂടി ഗമിക്കുന്നവനായിട്ട്, അതായത് താമരത്തണ്ടിൻ്റെ കമലനാളിക താമരത്തണ്ട്, അതിൻ്റെ വിവരങ്ങൾ ദ്വാരങ്ങൾ, ആ ദ്വാരങ്ങളാകുന്ന മാർഗത്തിൽ കൂടി ഗമിക്കുന്നവനായിട്ട് പോകുന്നവനായിട്ട്, ആ താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിലുള്ളതായിട്ടുള്ള വഴികളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട്, മാർഗയൻ അന്വേഷിച്ചുകൊണ്ട്, പ്രയസ്യ വളരെയധികം ക്ലേശിച്ചു. പ്രയാസപ്പെട്ടിട്ട്, ക്ലേശിച്ചിട്ട്. എങ്ങനെ, എത്ര കാലം ക്ലേശിച്ചു? അങ്ങനെ ശതവത്സരം 100 വർഷം, പ്രയസ്യ ശതവത്സരം 100 വർഷം അങ്ങനെ അന്വേഷിച്ചും കൊണ്ട് നടന്നു. ബ്രഹ്മാവിൻ്റെ 100 വർഷങ്ങൾ തന്നെ അന്വേഷിച്ചും കൊണ്ട് നടന്നു പറയാണ്. എന്നിട്ട് ശതവത്സരം കിമപി നൈവ സന്തൃഷ്ടവാൻ, ഒന്നും കാണാൻ പറ്റിയില്ല. ന ഏവ സന്തൃഷ്ടവാൻ, കണ്ടതേ ഇല്ല. സന്തൃഷ്ടവാൻ കണ്ടു, ന ഏവ സന്തൃഷ്ടവാൻ കണ്ടതേ ഇല്ല. എന്ത് കണ്ടില്ല? കിമപി, ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അതായത് ഈ താമരത്തണ്ടിൻ്റെ ആധാരം എന്താണ്, താമരയുടെ ആധാരം എന്താണ്, എവിടെയാണ് ഇത് അവസാനിക്കുന്നത് എന്ന് അന്വേഷിച്ചു പോയിട്ട് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. 100 വർഷം അങ്ങനെ അന്വേഷിച്ചു പോയി. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും തന്നെ കാണാൻ ആശ്രയമായിട്ട് എന്താണ് താമരയുടെ ആശ്രയം, തണ്ടിൻ്റെ ആശ്രയം, എവിടുന്നാണ് ഈ തണ്ട് ഉത്ഭവിക്കണത് എന്ന് നോക്കി പോയിട്ട് 1000 കൊല്ലം അല്ല, ശതവത്സരം 100 വർഷം കഴിഞ്ഞു. എന്നിട്ടൊന്നും കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാണ്. എന്നിട്ട് ഒടുക്കം എന്തുണ്ടായി? നിവൃത്യ മടങ്ങി വന്നു. എത്ര കാലം പോയിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. ഒടുക്കം തിരിച്ച് ഒന്ന് നിവൃത്യ മടങ്ങി വന്നിട്ട്, നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ. കമലോദരേ, ആ താമരയുടെ ഉള്ളിൽ, താമരയുടെ ഉദരത്തിൽ, താമരയുടെ ഉള്ളിൽ, താമരത്തണ്ടിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ഒടുക്കം ആ താമരയിൽ തന്നെ, താമര ഇലയല്ല പൂവ്, ആ താമര പൂവിൻ്റെ നടുക്ക്, ഉദരത്തിൽ, അതിൻ്റെ നടുക്ക് സുഖനിഷണ്ണ സുഖമായിട്ടിരുന്നു.
അവിടെ അതിൻ്റെ ഉള്ളിൽ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് നിഷണ്ണ ഇരുന്നവനായി, സുഖേന നിഷണ്ണനായിട്ട് വേറെ മാനസികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും ഇല്ലാതെ കണ്ട് സുഖമായിട്ട് ആ താമരയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി, ഏകാഗ്രമായിട്ട് മനസ്സിനെ ഏകാഗ്രമായി നിർത്തിക്കൊണ്ട്, ഏകാഗ്രമായ ധീയോടുകൂടി, ധീഞ്ച ബുദ്ധിയെ ഏകാഗ്രമാക്കിക്കൊണ്ട്, ഏകാഗ്രധീഹി സമാധിബലം ആദധേ, സമാധിബലത്തെ ചെയ്തു, സമാധിയിൽ ഉറച്ചുകൊണ്ടിരുന്നു എന്നത്. ഈ കമലോദയത്തിൽ നിന്നിരുന്നിട്ട് ഏകാഗ്രമായിട്ട് മനസ്സിനെ നിർത്തിക്കൊണ്ട് സമാധിബലം ആദധേ, സമാധിബലത്തെ ആദധേ ചെയ്തു. സമാധിബലത്തെ ചെയ്തു വെച്ചാൽ ശക്തമായിട്ടുള്ളതായിട്ടുള്ള ആ സമാധിയെ അനുഷ്ഠിച്ചു. സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8 അംഗങ്ങളിലും വെച്ച് ഏറ്റവും ഒടുവിലത്തെയാണ് സമാധി എന്ന് പറയണത് അല്ലേ. യമ നിയമ ആസന ധ്യാന എന്ന് പറഞ്ഞ് നമ്മൾ യമം നിയമം ആസനം ധ്യാനം പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയ എന്നർത്ഥം പഠിച്ചു. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ 8 എണ്ണം പത്മാസനത്തിലിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് ബാക്കിയൊക്കെ അത് നമ്മൾ ഊഹിച്ചോളണം എന്നുള്ള നിലയിലാണ്. ഇരുന്നു എന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നിയമം ഇല്ലാതെയൊക്കെ മാനസികമായിട്ട് എല്ലാം ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കുക, പ്രാണായാമം ചെയ്യുക, പ്രാണനെ അധീനത്തിലാക്കുക, പ്രത്യാഹാരം, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയെല്ലാം പിൻവലിക്കുക. ഇങ്ങനെ പിന്നെ ധ്യാന സമാധി ധാരണ, ആ ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തുക. ഏതെങ്കിലും ഒരു വസ്തുവിൽ ഉറപ്പിക്കാനായിട്ട് ആ വസ്തുവിനെ ഉറപ്പിച്ചു നിർത്തുക. ധ്യാനം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനസ്സ് ചഞ്ചലമായിട്ട് വരും. പക്ഷെ അങ്ങനെ അതിനെ ചഞ്ചലമായിട്ട് വരാതെ കണ്ട് ഉറപ്പിച്ചു നിർത്തുക, അതിനാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ആ സമാധി വരെയുള്ളതായിട്ടുള്ള ആസനം മുതൽ സമാധി വരെയുള്ളതായിട്ടുള്ള എല്ലാം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് അവിടെ ഇരുന്നു, സമാധിയിൽ ലയിച്ചുകൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞു ഒക്കെയാണ് ഇവിടെ. സമാധിബലമാദധേ, സമാധിബലത്തെ സ്വീകരിച്ചു, സമാധിബലത്തെ ചെയ്തു. സമാധിക്ക് ബലമായിട്ടുള്ളതായിട്ടുള്ള ഒട്ടും വഴുതി പോകാത്തതായിട്ടുള്ള മനസ്സിനെ വഴുതി വീഴാത്തതായിട്ടുള്ള ആ ഒരു സമാധിയെ സ്വീകരിച്ചു ബ്രഹ്മാവ്. സമാധിബലമാദധേ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമാധി ആയിട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഭവദനുഗ്രഹൈകാഗ്രഹീ, ഭവദനുഗ്രഹം, അങ്ങയുടെ അനുഗ്രഹം, ഭവദനുഗ്രഹ ഏകാഗ്രഹീ, ഭവദനുഗ്രഹത്തെ മാത്രം, ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം, ഏകം ആയിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, വേറൊന്നും മോഹമുണ്ടായിരുന്നില്ല, ഭഗവാന്റെ അനുഗ്രഹം മാത്രം മോഹിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പത്മാസനത്തിലിരുന്നു കൊണ്ട്, ഈ പത്മത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സമാധിയെ അനുഷ്ഠിച്ചു. സമാധി വരെ പ്രാണായാമാദികളെ കൊണ്ട് ഒടുവിൽ സമാധിയെ അനുഷ്ഠിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് തതഃ അനന്തരം കമലനാളിക വിവരമാർഗഗഃ, അവിടെ സഹ എന്ന് പൂർവ്വശ്ലോകത്തിൽ നിൽക്കണം ആ ബ്രഹ്മാവ് കമലനാളിക വിവരമാർഗഗഃ, കമലനാളിക താമരത്തണ്ട്, ആ താമരത്തണ്ടിൻ്റെ വിവരങ്ങൾ, താമരത്തണ്ടിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ദ്വാരങ്ങൾ, ആ ദ്വാരങ്ങളാകുന്ന മാർഗത്തിൽ കൂടി മാർഗഗഃ ഗമിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട്, എങ്ങനെയാണ് സഞ്ചരിച്ചത്? മാർഗയൻ അന്വേഷിച്ചുകൊണ്ട്, ഭഗവാന്റെ രൂപത്തെ അല്ലെങ്കിൽ ഈ താമരയുടെ ആധാരമായിട്ടുള്ള വസ്തു എന്താണോ അതിനെ അന്വേഷിച്ചുകൊണ്ട് മാർഗയൻ യസ്യ ശതവത്സരം 100 വത്സരം അങ്ങനെ കഴിച്ചുകൂട്ടി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഈ ദ്വാരങ്ങളിൽ കൂടെ സഞ്ചരിച്ച് 100 വർഷം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് ശതവത്സരം പ്രയാസപ്പെട്ട് 100 വത്സരം കഴിച്ചു, 100 വർഷം കഴിച്ചു. എന്നിട്ടോ കിമപി നൈവ സന്ദൃഷ്ടവാൻ, എന്നിട്ടും ഒന്നും കാണാൻ സാധിച്ചില്ലേ. ഈ താമരയുടെ ആധാരം എന്താണ് എന്നുള്ളത് കാണാൻ ഒട്ടും തന്നെ അദ്ദേഹത്തിന് സാധിച്ചില്ല, ബ്രഹ്മാവിന് സാധിച്ചില്ല. എന്നിട്ടോ നിവൃത്തിയ മടങ്ങി വന്നു. 100 കൊല്ലം സഞ്ചരിച്ചിട്ടും ഒന്നും കിട്ടാനപ്പോൾ
മടങ്ങി വന്നു. നിവൃത്തിയ കമലോദരേ, ആ താമരയുടെ ഉള്ളിൽ, താമരത്തണ്ടിൽ കൂടി മുകളിൽ വന്ന് താമരയിലെത്തി. അങ്ങനെ ആ താമരയിൽ സുഖനിഷണ്ണ, സുഖമായി ഇരുന്നു കൊണ്ട്, എപ്പോഴും ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ സമാധിക്കും എല്ലതും സുഖമായിട്ടുള്ള ആസനം സുഖമായിരിക്കണം, ഇരിപ്പ് സുഖമായിരിക്കണം. നിന്നുകൊണ്ടുള്ളതായിട്ടുള്ള ധ്യാനം, അതല്ലെങ്കിൽ നമുക്ക് മറ്റു തരത്തിലുള്ളതായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാക്കാവുന്നതായിട്ടുള്ള ധ്യാനങ്ങളൊന്നും, ആസനങ്ങളൊന്നും ശരിയാവില്ല. ശരിയാവണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇരിക്കാവുന്നതായിട്ടുള്ള ആസനമായിരിക്കണം. അതായത് സാധാരണയായിട്ട് പത്മാസനം അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക, അതിനെയാണ് ഈ സുഖാസനം എന്ന് പറയാറ് സാധാരണയായിട്ട്. അങ്ങനെ സുഖനിഷണ്ണ, സുഖമായിട്ട് ഇരുന്നു കൊണ്ട്, ഏകാഗ്രധീ, അങ്ങനെ സുഖമായിട്ടിരുന്നാൽ യമനിയമാദികളൊക്കെ വേണ്ട പോലെ നടത്താൻ സാധിക്കും, സമാധിയിലേക്ക് എത്താനും സാധിക്കും. അങ്ങനെ സുഖനിഷണ്ണനായിട്ട്, സുഖേന ഇരുന്നവനായിട്ട്, നല്ലൊരു ആസനത്തിൽ ഇരുന്നവനായിട്ട്, ഏകാഗ്രധീഹി, ഏകാഗ്രമായി മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തിക്കൊണ്ട്, സുഖനിഷണ്ണ ഏകാഗ്രധീഹി സമാധിബലം ആദധേ, സമാധിയുടെ ബലത്തെ ചെയ്തു, ബലമായിട്ടുള്ളതായിട്ടുള്ള സമാധിയെ ചെയ്തു എന്ന് പറഞ്ഞു. ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ഈ യോഗാഭ്യാസമൊക്കെ ചെയ്തത്? സമാധി അതിനെ ബന്ധനത്തിലാക്കി നിർത്തിയത് ബന്ധു ആയിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിയെ ബന്ധനത്തിലാക്കിയിട്ട് എന്തിനാണ് ഈ സമാധിയെ സ്വീകരിച്ചത്? ഭവദനുഗ്രഹൈകാഗ്രഹീ, ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രം, ഏകാഗ്രധീഹി, ആ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ബുദ്ധിയോടുകൂടി സമാധിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ശ്ലോകമരിക്ക കൂടി ചെല്ലാം. തതഃ സകല നാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്തൃഷ്ടവൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സരോജഭവനങ്ങിനെ സകല നാളരന്ധ്രങ്ങളിൽ തിരഞ്ഞു ശതവത്സരം വെറുതെ കണ്ടതില്ലൊന്നുമേ. തിരിച്ചുടനെ വന്ന ജൻ സുഖമിരുന്നു തൻ പങ്കജേ വരം തവ ലഭിക്കുവാൻ ദൃഢസമാധിയായിട്ടഹോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.